കേരള സ്റ്റോറി എന്നൊരു സംഭവം കേരളത്തിൽ ഇല്ലേ സുഹൃത്തുക്കളെ? ഇല്ലേ? നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഓടിക്കരുത്, വീഡിയോ ഫുള്ള് കാണണം. ഇപ്പോൾ കേരള സ്റ്റോറി 2നെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ പ്രസംഗിക്കുന്നു, ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ട് പറയുന്നുണ്ട്. അത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യനെന്നോ ആരൊന്നുമില്ല, എല്ലാവരും നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രസംഗിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോഗർ സുജിത്ത് ഭക്തൻ വരെ സംസാരിച്ച് അവനവിടെ പോയിട്ട് അവിടെ കണ്ടു എന്നോ അങ്ങനെ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേരള സ്റ്റോറി എന്നൊരു സംഭവം കേരളത്തിലില്ലേ? നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പറയണം കേട്ടോ, ഉണ്ടോ ഇല്ലയോ എന്ന്. ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്കട്ടെ. ഈ വീഡിയോ ഇന്നലെ ജുമാൻ്റെ ദിവസം ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇത് വിശുദ്ധ റമദാൻ കാലമാണ്, പുണ്യ നോമ്പ് കാലം. തിരുവനന്തപുരത്ത് എല്ലായിടത്തും പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തെരുവ് വീഥികൾ പൊങ്കാല കലങ്ങൾ കൊണ്ട് നിറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ തവണയും റമദാൻ നോമ്പും ആറ്റുകാൽ പൊങ്കാലയും ഒരുമിച്ചാണ് വന്നത്. ഇന്ന് നമ്മുടെ പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയുടെ ജുമാ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കേരളത്തിലെ ഓരോരുത്തരും കേൾക്കേണ്ടതാണ്. കണ്ടാ, കേരളത്തിലെ ഓരോരോ ജനങ്ങളും കേൾക്കണ്ട. എന്തെന്നല്ല കേൾക്ക് നിങ്ങൾ, എന്തെന്ന്. എന്താണ് ആ പ്രസംഗത്തിൽ പറഞ്ഞത് ഇമാം? ആറ്റുകാൽ പൊങ്കാല വരികയാണ്. നമ്മൾ മറ്റൊരു വിശ്വാസത്തെയും അനുകരിക്കുകയോ പിന്തുടരുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ അതല്ല വിഷയം. പല നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹിന്ദു സഹോദരിമാരും കുട്ടികളും അടക്കം അനേകം ഭക്തർ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്താൻ പോവുകയാണ്. നമ്മൾ റമദാൻ നോമ്പിലാണെന്നത് ശരിയാണ്. പക്ഷേ പൊങ്കാലയിടാൻ വരുന്ന സഹോദരിമാർക്കും കുട്ടികൾക്കും പ്രത്യേകിച്ചും ഈ ചൂടുകാലത്ത് വെള്ളവും ഭക്ഷണവും നൽകാൻ അതൊരു തടസ്സമായി കൂടാം. നമ്മുടെ പള്ളികളും നമ്മുടെ വീടുകളും അവർക്കായി തുറന്നു കൊടുക്കണം. നോമ്പായതുകൊണ്ട് പകൽ സമയം വീട്ടിൽ ഭക്ഷണം ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് പൊങ്കാല ദിവസം പകൽ സമയം ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കരുതണം. ആമീൻ. ഇതിലെന്താ പുതുമ എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? അതാണ് കേരളം. നമുക്കിതിൽ ഒരു പുതുമയുമില്ല. ഇതാണ് നമ്മുടെ നാട്. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഒരേ മതിൽ പങ്കിടുന്ന മസ്ജിദും ക്ഷേത്രവും തൊട്ടടുത്തുള്ള ചർച്ചും, ഒരൊറ്റ മതിൽ, രണ്ട് വിശ്വാസങ്ങൾ. പാളയം ജുമാ മസ്ജിദും പാളയത്തെ ശക്തി വിനായക ക്ഷേത്രവും, റോഡിനപ്പുറത്തതാ പാളയത്തെ സെന്റ് ജോസഫ് ചർച്ചും. അപരമത വിദ്വേഷം പറയുന്നവർക്ക് മതസൗഹാർദ്ദത്തിന്റെ തിരുവനന്തപുരം മാതൃക. കേട്ടില്ലേ? ഇതാണ് നമ്മുടെ കേരളം. ചില ആളുകളൊക്കെ അത് കേൾക്കുമ്പോൾ ഇല്ലേ, കേൾക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്ക്. അത് മാത്രമല്ല കേട്ടോ, ഇതൊരു നോമ്പ് തുറ എവിടെയെന്ന് നിങ്ങൾക്കറിയോ? ഒരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ അന്ന് നോമ്പ് തുറപ്പിക്കുന്നത് ആരെ? മുസ്ലിങ്ങളെ. എന്തല്ലേ, എവിടത്തേക്ക് എത്തിയല്ലേ. എന്നിട്ട് കുറേ ആള് സിനിമ ഉണ്ടാക്കി. ചില ആളുകൾ എന്ത് കേരള സ്റ്റോറി ദീപ് ഇങ്ങനെ തള്ളുന്നത് അല്ല സുഹൃത്തുക്കളെ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ബീപി തള്ളുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ നിങ്ങളൊരു പൊറോട്ടയും വെച്ചിട്ട് കൊടുക്കണ്ടേ? എന്നാലല്ലേ നേരെ മിണ്ടുങ്ങും. അപ്പം അത് പൊറോട്ട ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ കേരളത്തിലെ ആ പെൺകുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിന്നത്. നിങ്ങൾ എത്ര ഇതിന് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി നമ്മുടെ കേരളത്തിൽ നിങ്ങൾ തമ്മിൽ തല്ലിക്കാൻ നോക്കിയെങ്കിൽ അത് നടക്കൂല. കാരണം എന്ന് വെച്ചാലില്ലേ, ഇന്നത്തെ വളരുന്ന തലമുറയും മുമ്പ് വളർന്ന് മുതിർന്നവരും അവർ എങ്ങനെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിരുന്നറിയോ? തോളും ചേർത്ത് ഒന്നിച്ചിരുന്ന് ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട്. ഇവിടെ അബ്ദുള്ള മുഹമ്മദാട്ടൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ അടുത്തുള്ള കണ്ണൻ്റെയോ നാരായണൻ്റെയോ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇന്ന് വന്ന ചില ഇത് കാണാൻ പറ്റാത്ത ആളുകളാണ് ഇതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇല്ലാതാകാൻ നോക്കുന്നത്. ആരില്ലാതാൻ നോക്കിയാലും നിങ്ങൾ എത്ര കേരള സ്റ്റോറി എന്ന ഫിലിം ഇട്ടാലും ഞങ്ങളെ കേരളത്തിനെ ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഞങ്ങളെ സ്നേഹം, ഞങ്ങളെ ഈ ബന്ധം ഒരിക്കലും തടയാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ എങ്ങനെയെന്നറിയോ? ഞങ്ങൾക്ക് പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും ഞങ്ങൾ ഒന്നാണ്.
അത് മാത്രമല്ല കേട്ടാ, പ്രത്യേകം ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് എന്നാ, ഉത്സവം വന്നാലുണ്ടല്ലോ ഞങ്ങൾ ഫ്രണ്ടിലാണ്. ആരും മുസ്ലിങ്ങൾ ഫ്രണ്ടിലാണ്. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് പാലക്കുന്ന് അമ്പലത്തിൽ ഉത്സവം. അതിൽ കാഴ്ച പോവും. ഈ കാഴ്ച പോകുന്ന ഏറ്റവും കൂടുതൽ ആ റോഡ് സൈഡ് നോക്കാൻ നിൽക്കുന്നതായിരുന്ന മുസ്ലിം സ്ത്രീകളാണ്. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒന്നുമില്ല, ഒരു ഈ സംഭവമില്ല. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് വെച്ചാലേ, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടായിട്ട് 2ാമത്തെ രാത്രിയാണ്. കല്യാണം കഴിച്ചാൽ എന്തായാലും ഭാര്യ വീട്ടിൽ പോലും അങ്ങനെ ഇതായിട്ട് ഇരാന്നാണ്. പക്ഷെ 2ാമത്തെ രാത്രിയിലെ ഈ പാലക്കുന്ന് അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയിട്ട് ഞാൻ രാത്രി 10 മണിക്ക് പോയിട്ടില്ലേ, വീട്ടിലേക്ക് എത്തിയത് എത്രയെന്നറിയോ? അമ്പലത്തിലെ വെടിയെല്ലാം കഴിഞ്ഞിട്ട് 6 മണിക്ക് പുരയിലെത്തിനെ. ആദ്യമായി എൻ്റെ കൈ പിടിച്ച് വന്നൊരു പെണ്ണ്. ആ പെണ്ണിനെ അന്ന് രാത്രി ഞാൻ തനിച്ചാക്കിയിട്ടാണ് അമ്പലത്തിലെ ഉത്സവത്തിന് കാണാൻ പോയിട്ട്, വെടി കാണാൻ പോയിട്ട്. എത്രത്തോളം അവൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഇന്നും അവൾ പറയുന്നുണ്ട് ആ ഒരു വിഷമം. പക്ഷെ നമ്മളെ എന്തെന്ന് വെച്ചാലേ, നമ്മൾക്ക് ഇതിലെല്ലാം അലിഞ്ഞു പോയി. നമ്മളെ ഇത് ഉത്സവമാണെങ്കിലും മറ്റേതാണെങ്കിലും നമുക്കിവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഞങ്ങളെല്ലാം ഒന്നാണ്. ഉത്സവത്തിനാണെന്നും ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും എല്ലാം ഒന്നാണ് ഞങ്ങളുടെ. അല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ഇതെന്തെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ തന്നെ അമ്പലത്തിൽ നോമ്പ് തുറക്കുന്നതാണ്. ഉത്സവത്തിൻ്റെ നോമ്പ് തുറക്കുന്നത് നിങ്ങൾ കേൾക്കട്ടാ. ഈ വീഡിയോ കാണുന്നത് എത്രത്തോളം പേരുണ്ടെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരാൾ കണ്ടെങ്കിൽ ഒരാൾ പ്രശ്നമില്ല കേട്ടോ. എൻ്റെ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ വിട്ടോ. ഇതാണ് പിന്നൊരു കേരള സ്റ്റോറി. അവിടെ നിസ്കാരമുണ്ട്. അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിസ്കാരം വയ്ക്കാനുള്ള സൗകര്യം ആയി കൊടുത്തിന്. പക്ഷെ എന്താല്ലേ കാണു മക്കളെ, കേരള സ്റ്റോറി ഉണ്ടാക്കിയ ചില മക്കളുണ്ടല്ലോ, കാണു നിങ്ങൾ. മാഷാ അല്ലാഹ്, എത്ര സുന്ദരമാണ് ഈ വീഡിയോ ഇല്ലേ. എത്തിച്ചു കൊടുക്കേണ്ടതായിരിക്കുമെന്നറിയോ ഈ കുത്തിത്തിരിപ്പുണ്ട് ആൾക്കുന്ന ആൾക്ക്. എത്ര സുന്ദരല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അടിച്ചിട്ട് അങ്ങോട്ട് വിട്ടു. ഒരാൾ കാണുന്നെങ്കിൽ ഒരാൾ. അൽഹംദുലില്ലാഹ്.